ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. 20 സ്റ്റുഡൻസ് അല്ലേ കയറുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാ പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? എന്നൊക്കെ പറഞ്ഞേ? പറഞ്ഞു നിർത്തിയത് ഏതുവരെയാ? എന്നൊക്കെ മിസ്സേ സ്കാൻ ലൈനിൻ്റെത്, പിന്നെ ബൗണ്ടറി ഫില്ലിംഗ് അൽഗോരിതം, ഫ്ലഡ് ഫില്ലിംഗ്. ഇതെല്ലാം വരുന്ന സ്കാൻ ലൈൻ കൺവേർഷനിലാട്ടോ. ആ പോളിഗൺ ഫില്ലിങ്ങിൽ വരുന്നതാണ്. പിന്നെന്താണ് അതിന് മുന്നേ പറഞ്ഞത് ഏതൊക്കെയാണോ? ടൈപ്പ് ഓഫ് പോളിഗൺസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലേ? ഓക്കെ, ഇനി വരുന്ന ടോപ്പിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിന്റെ പ്രോബ്ലം റിലേറ്റഡ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഫ്രെയിം ബഫർ. എന്താണ് ഫ്രെയിം ബഫർ? നമ്മൾ ആദ്യമേ പറയുന്ന കാര്യമാണ്, the picture details or picture definition is stored inside the frame buffer. ഫ്രെയിം ബഫറിനകത്താണ് നമ്മുടെ പിക്ചറിന്റെ ഇന്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മെമ്മറി വിത്ത് 1 മെമ്മറി ബിറ്റ് ഫോർ ഈച്ച് പിക്സൽ. 1 മെമ്മറി ബിറ്റ് ഫോർ ഈച്ച് ബിറ്റ് പിക്സൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. 1 മെമ്മറി ബിറ്റ് ആണ്. This amount of memory is called bit planes. This amount of memory is called bit planes. Okay. ഇപ്പോൾ 1 മെമ്മറി ബിറ്റ് ആണ്, ഒരു പിക്സലിന് 1 മെമ്മറി ബിറ്റ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ദിസ് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് കോൾഡ് ബിറ്റ് പ്ലെയിൻസ്. ഇനി സിംഗിൾ പ്ലെയിൻ, ഇൻ ദ കേസ് ഓഫ് സിംഗിൾ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ. ഇൻ ദ കേസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ദർ മസ്റ്റ് ബി 2 വാല്യൂസ്. നിങ്ങൾക്ക് അറിയാലോ, സീറോസ് ആൻഡ് വൺസ്. സീറോസ് ആൻഡ് വൺസ് ആയിരിക്കും വാല്യൂസ് വരുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഇങ്ങനെ കൺസിഡർ ചെയ്താൽ സെൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് സെല്ലിൽ എന്തായിരിക്കും അതിന്റെ വാല്യൂസ്? ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കേസിൽ സീറോസ് ആൻഡ് വൺസ് ആയിരിക്കും വരുന്നത്, 2 വാല്യൂസ്. ഇനി ടു ഹാവ് കളർ ഓർ ഗ്രേ ലെവൽ ഇൻ ടു എ ഫ്രെയിം ബഫർ. കളർ, ഇൻ ദ കേസ് ഓഫ് കളർ ഫ്രെയിം ബഫർ അഡീഷണൽ ബിറ്റ് പ്ലെയിൻസ് ആർ യൂസ്ഡ്. അപ്പൊ ബിറ്റ് പ്ലെയിൻസ് എന്താണെന്ന് അറിയാം, മെമ്മറി. ദിസ് മെമ്മറി ഈസ് ടേംഡ് ആസ് ബിറ്റ് പ്ലെയിൻസ്. അപ്പൊ അഡീഷണൽ ബിറ്റ് പ്ലെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇന്റൻസിറ്റി ഓഫ് പിക്സൽ ഓൺ CRT ഈസ് കൺട്രോൾഡ് ബൈ എ കറസ്പോണ്ടിങ് പിക്സൽ പൊസിഷൻ ഇൻ ഈച്ച് ഓഫ് ദ n ബിറ്റ് പ്ലെയിൻസ്. The binary pixel value from each n bit plane is loaded into the register. ഇപ്പോൾ ബൈനറി പിക്സൽ വാല്യൂ, ഇപ്പൊ 0ഉം 1ഉം പറഞ്ഞ പോലെ തന്നെ n ബിറ്റ് പ്ലെയിൻ ആയിരിക്കും in the case of color. It is loaded into the register and this binary number is intersected as an intensity level. അപ്പൊ ഈ ബൈനറി നമ്പർ ആണ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യുന്ന ബൈനറി നമ്പർ ആണ് ആസ് ആൻ ഇന്റൻസിറ്റി ലെവൽ ബിറ്റ്വീൻ ഡാർക്ക് ആൻഡ് ഫുൾ ഇന്റൻസിറ്റി. ഇപ്പൊ ഡാർക്ക് ആണെങ്കിൽ 0 ആൻഡ് ഫുൾ ഇന്റൻസിറ്റി ആണെങ്കിൽ 2⁻n−1. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ n ബിറ്റ് പ്ലെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇന്റൻസിറ്റി വരുമ്പോൾ 2⁻n−1 ആയിരിക്കും ഫുൾ ഇന്റൻസിറ്റി, വിച്ച് ഇസ് ദെൻ കൺവേർട്ടഡ് ടു അനലോഗ് വോൾട്ടേജ്. ഇത് അനലോഗ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അനലോഗ് വോൾട്ടേജിൽ നിന്ന് ഇലക്ട്രോൺ ഗൺ വഴി ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ബീം ഈസ് ഡിസ്പ്ലേഡ് ഇൻ CRT മോണിറ്റർ. This voltage generates an electron beam and which on striking the CRT screen produces picture on screen. ഇപ്പൊ 2⁻n−1 ഇന്റൻസിറ്റി ലെവലിലായിരിക്കും കളർ ഇന്റൻസിറ്റി പോകുന്നത്. അപ്പൊ 0 to 2⁻n−1 intensity ആയിരിക്കും, which is then converted to analog voltage. ഇപ്പോൾ so single bit plane black and white frame buffer with color CRT. അപ്പൊ എങ്ങനെ വരും? There is a frame buffer
and this frame buffer black and white frame buffer ആണ്. So these zeros and ones values are stored in this here in this frame buffer, and this is again corresponding values are stored in temporary register, and which is moving to digital to analog converter, which converts it into analog signals, and these analog signals are generates an electron beam, and which on striking the CRT screen produces the image. Okay, CRT screen strike ചെയ്ത് image produce ചെയ്യും. In the case of 3-bit planes, 3-bit planes വരുമ്പോൾ എങ്ങനെയായിരിക്കും? For a total of 2 raised to 3 intensity levels വരാം, 8 intensity levels. അപ്പം 2 raised to ഞാൻ പറഞ്ഞു maximum intensity level 2 raised to n minus 1. So 2 raised to 3 minus 1 അത്രയും intensity level ആണ് maximum പോകുന്നത്. അപ്പോൾ 3 into എങ്ങനെ കൺസിഡർ ചെയ്യാം? എത്ര മെമ്മറി ബിറ്റ്സ് വേണം? 3 into 1024 into 1024 മെമ്മറി ബിറ്റ്സ് ആണ് റിക്വയർ ഫോർ എ 3-bit പ്ലെയിൻ ബഫർ. അപ്പോൾ ഒരു ബിറ്റ്, അതായത് 3 ബിറ്റ് ആണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ 3 into ബാക്കി നോർമൽ റെസൊല്യൂഷൻ 1024 into 1024 മെമ്മറി ബിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ എ 3-bit പ്ലെയിൻ ബഫർ. ഓക്കെ, അപ്പോൾ ഫ്രെയിം ബഫർ ഫോർ n equal to 3-bit പ്ലെയിൻ. 3-bit പ്ലെയിൻ ആണെങ്കിൽ ഉള്ള കൺസിഡറേഷൻ ആണ് പറയുന്നത്. അപ്പോൾ 3-bit പ്ലെയിൻസ് വന്നേക്കുന്നു. അതിലെ ഇന്റൻസിറ്റി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 വാല്യൂ എടുത്തു, അടുത്ത 1 എടുത്തു, അടുത്ത 0 എടുത്തു, ടെമ്പററി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. 1 1 0. It is converted, it is passed to digital to analog converter. Analog converter converts it into analog signals and produces electron beam. Electron beam produce ചെയ്ത് corresponding pixel അവിടെ സ്ട്രൈക്ക് ചെയ്യും, CRT മോണിറ്ററിൽ സ്ട്രൈക്ക് ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇന്റൻസിറ്റി ലെവൽ ഒന്ന് നോട്ട് ചെയ്തോളാം. 2 raised to n minus 1 മാക്സിമം ഇന്റൻസിറ്റി ലെവൽ ആണ്, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇനി അതിന്റെ മെമ്മറി ബിറ്റ്സ് എത്ര വരും? 3 into 1024 into 1024 മെമ്മറി ബിറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. കൺസിഡർ എ റാസ്റ്റർ സിസ്റ്റം with a resolution 1024 into 1024. What is the size of the raster in bytes needed to store 8 bits per pixel? How much storage is required if 8 bits per pixel are to be stored? Okay, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. We have to consider a raster system with a resolution 1024 into 1024, and what is the size of this raster system in bytes? In terms of bytes നോട്ട് ചെയ്യണം. ബൈറ്റ്സിന്റെ ടേംസിലാണ്. needed to store 4 bits per pixel. 4 bits per pixel ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. How much storage is required if 8 bits per pixel are to be stored? 8 bits per pixel ആണ്, 4 bits കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ 8 ബിറ്റ്സിനെയും കണ്ടുപിടിക്കണം. എളുപ്പമാണ്. സൈസ് ഓഫ് റാസ്റ്റർ നീഡഡ് ടു സ്റ്റോർ 4 bits per pixel. അപ്പോൾ ഒരു പിക്സൽ എന്ന് പറയുന്നത് ഇവിടെ 4 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ പെർ പിക്സൽ 1 പിക്സൽ എന്ന് പറയുന്നത് 4 ബിറ്റ് ആണ്. അപ്പൊ എത്ര വരും? നമ്മുടെ റെസൊല്യൂഷൻ തന്നിട്ടുണ്ട് 1024 into 1024 into 4 ബിറ്റ്സ് ആയിരിക്കും ആൻസർ വരിക. ഇനി അതിനെ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് റാസ്റ്റർ ഇൻ ബൈറ്റ്സ്? ബൈറ്റ്സിന്റെ ടേംസിലാണ് പോകുന്നത്. ഇപ്പൊ 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്, എല്ലാവർക്കും അറിയാം. സോ സൈസ് ഓഫ് റാസ്റ്റർ എന്തായിരിക്കും? ദിസ് 4 ബിറ്റ്സിന് എത്ര വരും? ഡിവൈഡഡ് ബൈ ദിസ് 1 ബൈറ്റ് 8. ഓക്കെ, അപ്പൊ 1 into 2 raised to 19 ബൈറ്റ്സ് വരും. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ പോകുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യന്. ഇപ്പൊ സൈസ് ഓഫ് സ്ക്രീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നീഡഡ് ടു സ്റ്റോർ 4 bits per pixel. 4 bits per pixel സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സൈസ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ക്രീൻ റെസൊല്യൂഷൻ എടുക്കുക ഇൻറ്റു എത്ര ബിറ്റ്സ് പെർ പിക്സൽ ആണ്? 4 ബിറ്റ് എന്ന് തന്നിട്ടുണ്ട്, 4. ഇനി ബൈറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്രൊസീജിയർ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് സ്റ്റോറേജ് ഇസ് റിക്വയർഡ് ഇഫ് 8 bits per pixel ആർ ടു ബി സ്റ്റോർഡ്? കണ്ടുപിടിക്കാമല്ലോ. 8 bits per pixel, 4ന് പകരം 8 ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ 1024 into 1024 into 8 ബിറ്റ്സ് ആയിരിക്കും. ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 8. ഓക്കെ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ സ്ത്രീക്ക് ചോദിച്ചിട്ടുണ്ട്, റയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ 3 different raster systems with resolution 640 into 480, 1280 into 1024, 2560 into 2048. What sizes of frame buffer in bytes are needed for each of the system to store 12 bits per pixel? പറയാണ് 12 bits per pixel. How much storage is required for each system if 24 bits per pixel are to be stored? നേരത്തെ പാറ്റേൺ ആണ്, വ്യത്യാസം എന്താണ്? 3 റെസൊല്യൂഷൻസ് തന്നിട്ടുണ്ട് എന്നുള്ളൂ. ഇപ്പൊ 640 into 480 റെസൊല്യൂഷൻ വരുമ്പോൾ സൈസ് ഓഫ് ഫ്രെയിം ബഫർ എത്രയായിരിക്കും?
ഇൻറ്റു 12 ബിറ്റ് ആയിരിക്കും ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇൻറ്റു 12 ബിറ്റ്സ് പെർ സെക്കൻഡ് പിക്സൽ ആണ്. സോ 640 ഇൻറ്റു 480 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 8 ആകുമ്പോൾ ബൈറ്റ്സിലോട്ട് കിട്ടും. ഇനി 1280 ഇൻറ്റു നെക്സ്റ്റ് റെസൊല്യൂഷന്റെ കേസ് ആകുമ്പോഴത്തേക്കും സൈസ് ഓഫ് ഫ്രെയിം ബഫർ എത്രയാണ്? 1280 ഇൻറ്റു 1024 ഇൻറ്റു എത്ര വരും? 12 ബിറ്റ്സ് പെർ പിക്സൽ ആണ്. സെയിം പ്രൊസീജിയർ. ഡിവൈഡഡ് ബൈ 8 എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ബൈറ്റ്സിൽ കിട്ടും. ഇനി 2560 ഇൻറ്റു 2048 ആകുമ്പോഴത്തേക്കും 12 ബിറ്റ്സ് പെർ പിക്സൽ ആണ്. ഡിവൈഡഡ് ബൈ 8 എടുക്കുമ്പോൾ എന്ത് കിട്ടും? അതിനെ ബൈറ്റ്സിലോട്ട് കിട്ടും. അതുപോലെ അടുത്ത പ്രൊസീജിയർ. ഓക്കെ, ഇനി 24 ബിറ്റ്സിന്റെ കേസും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഹൗ മച്ച് സ്റ്റോറേജ് ഇസ് റിക്വയർഡ് ഫോർ ഈച്ച് സിസ്റ്റം ഇഫ് 24 ബിറ്റ്സ് പെർ പിക്സൽ ആർ ടു ബി സ്റ്റോർ? 24 ബിറ്റ്സ് പെർ പിക്സൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര എടുക്കും എന്നാണ്. സെയിം പ്രൊസീജിയർ ആണ്. ഇൻറ്റു 24 എടുത്താൽ മതി, ഡിവൈഡഡ് ബൈ 8 എടുത്താൽ മതി. സ്ക്രീൻ റെസൊല്യൂഷൻ ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 8. ഇത്രേ ഉള്ളൂ. 3 കേസസ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ 600 by 400 pixel, how many k bytes does a frame buffer need? സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഹൗ മെനി കിലോ ബൈറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1 പിക്സലിന് ഇവിടെ 24 ബിറ്റ്സ് എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഹിയർ assume 1 pixel is considered as 24 bits per pixel. അപ്പൊ എങ്ങനെ വരും? 24 600 into 400 into 24 വരും. 8 ബൈറ്റ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 8 വരും. ഇനി കിലോ ബൈറ്റും കൂടെ ആകുമ്പോൾ എന്ത് പറ്റും? കിലോ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 1024 ബൈറ്റ്സ് ആണ് 1 കിലോ ബൈറ്റ്. ആ ഒരു ഇതും കൂടെ, ആ ഒരു ഫാക്ടറും കൂടെ ഓർത്താൽ മാത്രം മതി. ഇപ്പൊ 703 കിലോ ബൈറ്റ് എന്ന് കിട്ടും. കിലോ ബൈറ്റിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എ ലേസർ പ്രിന്റർ ഈസ് കേപ്പബിൾ ഓഫ് പ്രിന്റിംഗ് 2 pages. സൈസ് തന്നിട്ടുണ്ട് 9 into 11 inch per second at resolution 600 pixels per inch. How many bits per second do such device require? Okay, so there is a laser printer which is capable of printing 2 pages of size 9 into 11 inch per second at resolution 600 pixels per inch. How many bits per second do such device require? എത്ര ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് വരുന്നത്? അപ്പൊ അതിന്റെ സ്റ്റോറേജ് എങ്ങനെ കിട്ടും? സ്റ്റോറേജ് റെക്കോർഡ് പെർ പേജ് എത്ര ഇഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്? 9 into 11 into അതിന്റെ റെസൊല്യൂഷൻ എത്രയാണ്? 600 പിക്സൽസ് പെർ ഇഞ്ച്. പെർ ഇഞ്ചിലാണ് തന്നേക്കുന്നത്. അപ്പൊ 1 ഇഞ്ച് എന്ന് പറയുന്നത് 600 പിക്സൽ ആണ്. അപ്പൊ 600 into ഇത്ര പിക്സൽസ് വരും? 600 പിക്സൽ വരും. ഓക്കെ, അവിടെ നോട്ട് ചെയ്തോളണം. 1 ഇഞ്ച് എന്ന് പറയുന്നത് 600 പിക്സൽ ആണ് തന്നിരിക്കുന്നത്. സോ അവിടെ 600 into 600 പിക്സൽ പെർ സെക്കൻഡ് വരും. As printer is capable of printing 2 pages per second. ഇപ്പൊ 2 പേജസ് ആണ് എന്താണ് പെർ സെക്കൻഡിൽ പ്രിന്റ് ചെയ്യുന്നത്. വിച്ച് റെക്വേർഡ് പെർ സെക്കൻഡ് ബൈ പ്രിന്റർ. അപ്പൊ 2 പേജസ് ഉള്ളത് കൊണ്ട് 2 into 9 into 11 നേരത്തെ സ്റ്റോറേജ് റെക്കോർഡ് പെർ പേജ് സിംഗിൾ പേജിന്റെ കൂടെ ഇൻറ്റു 2 കൂടെ ചെയ്യാം. ഇത്രയാണ് ലേസർ പ്രിന്ററിന്റെ കേസ് വരുന്നത്. ഓക്കെ, അപ്പൊ there is a laser printer which is capable of printing 2 pages. സൈസ് തന്നിട്ടുണ്ട്, ഇഞ്ച് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, അറ്റ് റെസൊല്യൂഷൻ 600 പിക്സൽസ് പെർ ഇഞ്ച് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 600 പിക്സലിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർ ഇഞ്ച് എന്ന് പറയുന്നത് 600 പിക്സൽ എന്ന് ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം കിട്ടും. അപ്പൊ എത്ര സൈസ് ഉണ്ട്? 9 into 11 ഇൻറ്റു പെർ ഇഞ്ച് എന്ന് പറയുന്നത് 600 പിക്സൽ ആണ്. എത്ര പിക്സൽസ് ഉണ്ട്? 600 പിക്സൽസ് ഉണ്ട്. ഇനി 2 പേജസ് ആണ് അറ്റ് എ ടൈം പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? 2 into 9 into ഇത് വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഫ്രെയിം ബഫർ നിങ്ങൾ സിലബസിൽ പറയുന്നുണ്ട്. ഫ്രെയിം ബഫർ എന്നൊരു ടോപ്പിക് ഉണ്ട്. ഇപ്പൊ ഫ്രെയിം ബഫർ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് മെമ്മറി വിത്ത് 1 മെമ്മറി ബിറ്റ് ഫോർ ഈച്ച് പിക്സൽ. ഇപ്പോൾ ഒരു പിക്സൽ എടുക്കാൻ 1 മെമ്മറി ബിറ്റ് ആണ് എടുക്കുന്നത്. ആ ടൈപ്പ് പാർട്ട് ഓഫ് മെമ്മറിയാണ് ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് മെമ്മറിയെ നമ്മൾ എന്ത് പറയും? ബിറ്റ് പ്ലെയിൻസ് എന്ന് പറയും. സിംഗിൾ പ്ലെയിൻ ആകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ്. 0s and 1s ആയിരിക്കും വാല്യൂ വരുന്നത്. ഇനി കളർ പിക്സൽ ആകുമ്പോഴത്തേക്കും n ബിറ്റ് പ്ലെയിൻസ് വരാം. 2 raised to n minus 1 ഫുൾ ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് 2 raised to n minus 1 ആണ്. It is converted into this analog voltage and this analog voltage generates an electron beam and striking the CRT screen produces picture on screen. ഓക്കെ ആണല്ലോ.
പിന്നെ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു 4 ബിറ്റ്സ് പെർ പിക്സൽ ആണെങ്കിൽ ഒരു പിക്സലിന് 4 ബിറ്റ് ആണ്. അപ്പോൾ അത്രയും റെസൊല്യൂഷൻ ഇൻറ്റു ഹൗ മെനി നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സൽ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 8. അത്രേ ഉള്ളൂ. ലേസർ പ്രിന്റിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പേജ് സൈസ് തന്നിട്ടുണ്ടാവും. പേജ് സൈസ് എത്രയാണോ അതേ ഇൻറ്റു എത്ര പിക്സൽ ആണോ ഉള്ളത്. ഇപ്പൊ പെർ ഇഞ്ചിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര പിക്സൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതനുസരിച്ച് ആൻസർ ചെയ്യാം. അത്രേ ഉള്ളൂ ഫ്രെയിം ബഫറിന്റെ കേസ്. ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇനി ഫില്ലിംഗ് അൽഗോരിതംസ് പറഞ്ഞു. ഓക്കെ, ഇത് അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ല. പക്ഷേ ചില ടേംസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചില ടേംസ് അറിയുന്നുള്ള കാര്യമാണ്. ക്യാരക്ടർ ജനറേഷൻ അറിയാന്നുള്ള കാര്യമാണ്. വി ക്യാൻ ഡിസ്പ്ലേ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇൻ വെറൈറ്റി ഓഫ് സ്റ്റൈൽ ആൻഡ് സൈസ്. ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസിന്റെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദ ഓവറോൾ സ്റ്റൈൽ ഡിസൈൻ ഫോർ ദ സെറ്റ് ഓഫ് ക്യാരക്ടർ ഈസ് കോൾഡ്, നമ്മുടെ സ്റ്റൈൽ ഡിസൈൻ എന്ത് പറയും? ടൈപ്പ് ഫേസ് എന്ന് പറയും. ടൈപ്പ് ഫേസ്. Today, large number of typefaces are available for computer application. Example, originally the term font എന്ന് വെച്ചാൽ എന്താണ്? refer to a set of cast metal character forms in a particular size and format. ഇപ്പോൾ particular സൈസിലും ഫോർമാറ്റിലും ഉള്ള set of metal charactersനെയാണ് font എന്ന് പറയുന്നത്. suggest 10 point, അതൊക്കെ അറിയാലോ, ഇറ്റാലിക്കില് ബോൾഡ് അങ്ങനത്തെ കുറെ font ഉണ്ട്. Font and typeface are often used interchangeably since printing is no longer done in with cast metal forms. Two different representations are used for storing computer fonts. Computer fonts store ചെയ്യുന്ന two different mechanism ആണ്. അപ്പോൾ storing this font store ചെയ്യുന്ന mechanism ആണ് bitmap font. എന്താണ്? bitmap font. bitmap font ഉണ്ട്, outline font ഉണ്ട്. ഇപ്പോൾ bitmap font എങ്ങനെയാണ്? A simple method for representing the character shapes in a particular typeface is use rectangular grid patterns. റെക്ടാങ്കുലർ ഗ്രിഡ് പാറ്റേൺസ് ആയിട്ടായിരിക്കും ഈ ബിറ്റ്മാപ്പ് ഫോണ്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ ലെറ്റർ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റെക്ടാങ്കുലർ ഗ്രിഡില് ഗ്രിഡ് പാറ്റേൺ വൺസ് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്ന ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. When the pattern is copied to the area of frame buffer, the 1 bits designate which pixel positions are to be displayed on the monitor. 1 ബിറ്റിൽ എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷൻ അവിടെ പറയുന്നുണ്ട്. Bitmap fonts are the simplest to define and display as character grid, only need to be mapped to a frame buffer position. only ഇവിടെ എന്താണ്? ഇതിന്റെ corresponding frame buffer positionലോട്ട് മാപ്പ് ചെയ്താൽ മാത്രം മതി. Bitmap fonts require more space because each variation must be stored in a font cache. ഇപ്പോൾ ഓരോ സൈസ് ആൻഡ് ഫോർമാറ്റ് എല്ലാം, അതായത് സൈസും ഫോർമാറ്റും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ ക്യാഷിൽ സേവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് കോംപ്ലക്സിറ്റി കൂടുതലാണ് ഏതില്? ബിറ്റ്മാപ്പ് ഫോണ്ടില്. നെക്സ്റ്റ്, it is possible to generate different size and other variation from one set, but this usually it does not produce good result. ഇപ്പൊ ഇത് ഗുഡ് റിസൾട്ട്, അതായത് പുവർ ക്വാളിറ്റി ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് കാഷെ മെക്കാനിസം അല്ല. ഏതാണ്? ബിറ്റ്മാപ്പ് ഫോണ്ട്. Next mechanism, outline font. In this method, character is generated using curve section and straight line as combined assembly. ഇപ്പൊ സ്ട്രെയിറ്റ് ലൈനും വരുന്നുണ്ട്, കർവ്ഡ് സെക്ഷൻസും വരുന്നുണ്ട്. ഫിഗർ ഷോസ് below how it is generated. അപ്പോൾ ഇവിടെ ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ജനറേഷൻ വരുന്നുണ്ട്, അതുപോലെ കർവ്ഡ് സെക്ഷൻ ജനറേഷനും വരുന്നുണ്ട്. To display the character shown in figure, we need to fill interior region of the character. അപ്പൊ ഇവിടെ ഇന്റീരിയർ റീജിയനും ഫില്ല് ചെയ്യണം അല്ലെ, എങ്കിലല്ലേ കറസ്പോണ്ടിങ് ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ this method require less storage since each variation does not require a distinct font cache. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ഫോണ്ട് ക്യാഷിന്റെ ആവശ്യം വരുന്നില്ല. So this method requires less storage. We can produce boldface, italic or different sizes by manipulating the curve definitions for the character outlines. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിക് ആയിട്ടും അതുപോലെ ബോൾഡ് ഫേസ് ആയിട്ടും ഡിഫറെന്റ് സൈസസിൽ നമുക്ക് കർവ് ഡെഫിനിഷൻസ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. but this will take more time to process the outline font ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും because they must be scan converted into the framework. അപ്പൊ ഔട്ട്ലൈൻ ഫോണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ ഈസിയാണ്, ബട്ട് ഇറ്റ്സ് ഔട്ട്ലൈൻ ഫോണ്ട്, അതായത് ഈ ഒരു ഔട്ട്ലൈൻ ബൗണ്ടറി പാർട്ട് ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഫോണ്ട് must be scan converted into frame buffer. അതുകൊണ്ട് it will take more time to process the outline font. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്.
ലെസ് സ്റ്റോറേജ് ആണ്. ബിറ്റ് മാപ്ഡ് ഫോണ്ട് അങ്ങനെയല്ല, സ്റ്റോറേജ് ഇസ് ഹൈ. അങ്ങനെ ഈച്ച് ഫോണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോണ്ട് ക്യാഷിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു മെത്തേഡാണ് സ്ട്രോക്ക് മെത്തേഡ്. സ്ട്രോക്ക് മെത്തേഡ് എന്തായിരിക്കും? ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. ലൈൻ ഡ്രോയിങ്. അപ്പോൾ സിംഗിൾ സ്ട്രോക്ക്, അതായത് ഓരോ സ്ട്രോക്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് ക്യാരക്ടർ ജനറേറ്റ് ചെയ്യും. ഇറ്റ് യൂസസ് സ്മോൾ ലൈൻ സെഗ്മെന്റ്സ് ടു ജനറേറ്റ് എ ക്യാരക്ടർ. The small series of line segments are drawn like a stroke of pen from form a character. First this point to this point, then this point to this point. അങ്ങനെ character draw ചെയ്യും. We can generate our own stroke method by calling line drawing algorithm. Line drawing algorithm use ചെയ്തിട്ട് stroke method call ചെയ്ത് നമുക്ക് generate ചെയ്യാൻ പറ്റും. Here it is necessary to decide which line segments are needs for each character and then draw that line to display character. അപ്പോൾ ഇവിടെ it is necessary to decide which line segments are needs for each character. ഓരോ ക്യാരക്ടറിനും ഏത് ലൈൻ സെഗ്മെന്റ്, ആ ഒരു കോർഡിനേറ്റ് പൊസിഷൻ അറിയണം. And then draw that line to display character. കോർഡിനേറ്റ് പൊസിഷൻ കമ്പ്യൂട്ട് ചെയ്താൽ മാത്രമേ we have to display that such character. It supports scaling by changing length of line segment. അപ്പോൾ ഇവിടെ സ്കെയിലിംഗ് എന്നൊരു ഓപ്പറേഷൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻ ആണ് സ്കെയിലിംഗ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിന്റെ സൈസ്, ഇൻക്രീസിംഗ് ദി സൈസ് ഓഫ് ദിസ് ക്യാരക്ടർ. ക്യാരക്ടറിന്റെ ലെങ്ത്, ലൈൻ സെഗ്മെന്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ മതി. ഇറ്റ് സപ്പോർട്ട് സ്കെയിലിംഗ് ഓപ്പറേഷൻ. ഏതാണ്? സ്ട്രോക്ക് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് സ്റ്റാർ ബേസ്റ്റ് മെത്തേഡ്. സ്റ്റാർ ബേസ്റ്റ് മെത്തേഡ് ഇതെങ്ങനെയായിരിക്കും? സ്റ്റാർ ബേസ്റ്റ് മെത്തേഡ് ഒരു സ്റ്റാർ മാനറിൽ കമ്പ്യൂട്ട് ചെയ്ത് ലെറ്റർ വി യൂസിങ് സ്റ്റാർ ബേസ്റ്റ് മെത്തേഡ്. ഇപ്പൊ ലെറ്റർ വി കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാർ ബേസ്റ്റ് മെത്തേഡ് വെച്ചിട്ട്. ഇൻ ദിസ് മെത്തേഡ് there is a pattern, fixed pattern of line segments are used to generate characters. Then here there are 24 line segments. We highlight those lines which are necessary to draw a particular character. അപ്പോൾ ഏതൊക്കെ ലൈൻ സെഗ്മെന്റ് ആണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ലൈൻ സെഗ്മെന്റ്സ് ചേർത്തിട്ടാണ് നമ്മൾ വി എന്ന് പറയുന്ന ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ജനറേറ്റ് കറസ്പോണ്ടിങ് പാറ്റേൺ. അപ്പോൾ നമുക്ക് പാറ്റേൺ അറിയണം. ആ പാറ്റേൺ വെച്ചിട്ട് കറസ്പോണ്ടിങ് പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യുക. Pattern for particular character is stored in the form of 24-bit code in which each bit represent corresponding line having that number. അപ്പോൾ ഓരോ ബിറ്റും എന്താണ്? കറസ്പോണ്ടിങ് ലൈൻ നമ്പർ ആണ് ലൈൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 24-bit കോഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. That code contains 0 or 1 based on line segment need to highlight. We put bit value 1 for highlighted line and 0 for other line. അപ്പോൾ ഇവിടെ ബിറ്റ് വാല്യൂ 1, ഇപ്പൊ ഹൈലൈറ്റഡ് ലൈനിന് ബിറ്റ് വാല്യൂ 1 ആണ് കൊടുക്കുന്നത്. 0 ഫോർ നോൺ ഹൈലൈറ്റഡ് ലൈൻ. ഇപ്പൊ നോൺ ഹൈലൈറ്റഡ് ലൈനിന് 0 കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹൈലൈറ്റഡ് ലൈനിന് 1 കൊടുക്കുന്നുണ്ട്. കോഡ് ഫോർ ലെറ്റർ വി. ഇപ്പൊ കറസ്പോണ്ടിങ് ലെറ്റർ വിയുടെ 24-bit കോഡാണ്. ഇതനുസരിച്ചാണ് കറസ്പോണ്ടിങ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിലെ ഹൈലൈറ്റ് ചെയ്യുന്നത്. This technique is not used nowadays because it requires more memory to store 24-bit code for single character. ഒരു ഇപ്പൊ വി എന്ന് പറയുന്ന ക്യാരക്ടറിന് തന്നെ 24-bit കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇറ്റ് റിക്വേഴ്സ് മോർ മെമ്മറി. ഇറ്റ് റിക്വേഴ്സ് കൺവേർഷൻ ഫ്രം കോഡ് ടു ക്യാരക്ടർ. അപ്പൊ കോഡ് ടു ക്യാരക്ടർ കൺവേർഷൻ വരുന്നുണ്ട്. ഡസ് നോട്ട് പ്രൊവൈഡ് കർവ് ഷേപ്പ്. അപ്പൊ ഇവിടെ ഒന്നും കർവ് ഷേപ്പിന്റെ കാര്യമേ പറയുന്നില്ല അല്ലെ. അപ്പൊ കർവ് ഷേപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ദിസ് മെത്തേഡ് ഇസ് നോട്ട് യൂസ്ഡ് nowadays. Okay, star burst method. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടർ ജനറേഷന്റെ 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഫോർ സ്റ്റോറിങ് കമ്പ്യൂട്ടർ ഫോണ്ട്. റെപ്രസെന്റേഷൻസ് 2 ടൈപ്പ് ആണ്. പിന്നെ അതിന്റെ വേറൊരു ടൈപ്പും കൂടെ പറയുന്നു എന്നുള്ളൂ എക്സെപ്ഷൻ ആയിട്ട്. 2 different representations are used for storing computer fonts. First one, bitmap font or bitmapped font, rectangular grid in the form of rectangular grid. Here characters are stored and the bitmap fonts require more space. Disadvantage എന്താണ്? bitmap fonts require more space വരുന്നുണ്ട്. Okay. Then outline font വരുന്നുണ്ട്. Outline font എന്ന് പറയുന്നത് it is this characters generated using curve section and straight lines. Curve sectionും straight linesും യൂസ് ചെയ്തിട്ടാണ്. So here we need to fill interior region of the character. Interior regionും fill ചെയ്യേണ്ടതായിട്ട് വരും. This method requires less storage since each variation does not require a distinct font cache. Then stroke method ഉണ്ട്. Stroke method ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ്സ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ ലൈൻ ഇത് ലൈൻ സെഗ്മെന്റിന്റെ പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലൈൻസ് ഫോം ചെയ്ത് ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്നു.
It supports scaling. Then starburst method corresponding 24-bit code patterns വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്, ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാണ്. കൺവേർഷൻ റിക്വയർസ് മോർ മെമ്മറി വരുന്നുണ്ട്. അതുപോലെ കൺവേർഷൻ ഫ്രം കോഡ് ടു ക്യാരക്ടർ വരുന്നുണ്ട്. ദീസ് ആർ ദി സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടെക്നിക്. നെക്സ്റ്റ് ലൈൻ ടൈപ്പ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലൈൻ ടൈപ്പ് ഏതൊക്കെ വരാം? സോളിഡ് ലൈൻ വരാം, ഡാഷ്ഡ് ലൈൻ വരാം, ഡോട്ടഡ് ലൈൻ വരാം, ഡോട്ട് ഡാഷ് ലൈൻ വരാം. Possible selection for the line type attribute include solid lines, dashed lines, and dotted lines. We modify line drawing algorithm to generate such lines by setting the length and spacing of displayed solid sections along the line path. ഇപ്പോൾ നിങ്ങൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതം പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സോളിഡ് ലൈൻ ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങളുടെ കോർഡിനേറ്റ്സ് കൊടുത്ത കോർഡിനേറ്റ് പൊസിഷൻസിന്റെ ഡിഫറൻസ് വെച്ച് നിങ്ങൾക്ക് ഡാഷ്ഡ് ലൈൻ കിട്ടാം, അതുപോലെ ഡോട്ട് ലൈൻ കിട്ടാം, അതുപോലെ ഡോട്ട് ഡാഷ് ലൈൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യിക്കാം. A dashed line could be displayed by generating an interdash spacing that is equal to the length of solid sections. Both the length of dashes and interdash spacing are often specified as user options. Okay. But dashed line could be displayed by generating an interdash spacing that is equal to the length of solid sections. Both the length of dashes and interdash spacing are often specified as user options. Okay. To set line type attributes in fixed application, it is a type of application program, a user invokes the function set line type of LT. ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് ഇൻവോക്ക് ചെയ്യുന്നത് ലൈൻ ടൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. where parameter LT is assigned a positive integer value of 1, 2, 3, 4, etc. to generate lines that are respectively solid, dashed, dotted. അങ്ങനെ ഇപ്പൊ സോളിഡ് ആണെങ്കിൽ ലൈൻ ടൈപ്പ് പാരാമീറ്ററിനുള്ളിൽ പറഞ്ഞു കൊടുക്കുക 1, 2, 3, 4, etc. അതിനാണ് ഇൻഡിക്കേഷൻ. Other values for the line type parameter, it could be used to display variations in the dot dash patterns. Once the line type parameter has been set in fixed application program, all subsequent line drawing commands produces lines with this line type. Raster graphics generate these types by plotting some pixel and some pixel is off along the line path. We can generate different patterns by specifying 1 for 1 on pixel and 0 for off pixel. Then we can generate 1, 0 pattern as dotted line. So 1 for on pixel and 0 for off pixel. അപ്പോൾ ഇവിടെ നോക്കിയേ 1 for on pixel. Then ആദ്യം ഒരു ലൈൻ വന്നു. Then 0 for off pixel. അപ്പോൾ ഓഫ് ആയി, അവിടെ വരുന്നില്ല. Then 1 വന്നു, വീണ്ടും അടുത്ത 1 ലൈൻ ഡ്രോ ചെയ്തു. Then 0, then 1, then 0. അപ്പോൾ ഇങ്ങനെ പോകും. ഡോട്ടഡ് ലൈനിന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ. അപ്പോൾ 1 for 1 pixel, 0 for off pixel, അത്രേ ഉള്ളൂ. It is used in many applications. For example, comparing data in graphical form. സെറ്റ് ലൈൻ ടൈപ്പിനകത്ത് പാരാമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് ലൈൻ എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അതുപോലെ പിക്സൽ ഓൺ ഓർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ദീസ് ടൈപ്പ് ഓഫ് ലൈൻ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലൈൻ വിഡ്ത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംപ്ലിമെന്റേഷൻ ഓഫ് ലൈൻ വിഡ്ത്ത് ഓപ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കേപ്പബിലിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. എ ഹെവി ലൈൻ ഓൺ എ വീഡിയോ മോണിറ്റർ കുഡ് ബി ഡിസ്പ്ലേഡ് ആസ് അഡ്ജസന്റ് പാരലൽ ലൈൻസ്, while a pen plotter might require pen changes. To set line width attribute in fixed application program, user fixed application program in the basis la parayne set line width scale factor function ആണ് യൂസ് ചെയ്യുന്നത്. set line width scale factor. set line type ആണെങ്കിൽ ലൈൻ ടൈപ്പ് ആട്രിബ്യൂട്ട്സ് റെഫർ ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ set line width scale factor ആണെങ്കിൽ we have to fix the line width fix ചെയ്യാം. Line width parameter LW is assigned a positive number to indicate the relative width of line to be displayed. അപ്പോൾ പോസിറ്റീവ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we have to indicate the relative width of the line to be displayed. Values greater than 1 produce lines thicker than the standard line width. അപ്പോൾ ലൈൻ വിഡ്ത്ത് തിക്കർ ആവണമെങ്കിൽ greater than 1 വാല്യൂ കൊടുക്കുക. and values less than 1 produce line thinner than the standard line width. ലൈൻ വിഡ്ത്ത് തിന്നർ ആവുന്ന കേസ് 1നെ റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി raster graphics, we generate thick line by plotting above and below pixel of line path. When slope എങ്ങനെ വരും? m value less than 1 ആണെങ്കിൽ, and by plotting left and right pixel of line path when slope m greater than 1. Well, double wide raster line with slope m less than 1 generated with vertical pixel spans. ഇപ്പോൾ m less than 1 ആണെങ്കിൽ പിക്സൽ സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സ്കാൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ ലെസ് ദാൻ 1 ആകുമ്പോഴത്തേക്കും തിന്നർ ലൈൻ ആയിരിക്കും അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. raster line with slope m greater than 1 and line width parameter 4
പ്ലോട്ടഡ് വിത്ത് ഹൊറിസോണ്ടൽ പിക്സൽ. ഇപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ പിക്സൽ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും അവിടുത്തെ ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്, ഷെയ്ഡഡ് പോർഷൻ. ഇനി as we change width of the line, അപ്പൊ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ വി ക്യാൻ ഓൾസോ ചേഞ്ച് ലൈൻ ആൻഡ് വിച്ച് ആർ ഷോൺ ബിലോ. അതിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്, ബട്ട് ക്യാപ്സ്. അപ്പൊ ഇത് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യനിൽ വരാം, റയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ക്യാപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ ഒരു മാനറിൽ. ഓക്കെ, ഇപ്പൊ വിഡ്ത്ത് ഓഫ് ദ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ലൈൻ ഇപ്പോൾ ഈ ഒരു മാനറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തിക്ക് ലൈൻസ് ടു വിത്ത് ബട്ട് ക്യാപ്സ്, അതുപോലെ പ്രൊജക്ടിങ് സ്ക്വയർ ക്യാപ്സ്, then round caps, rounded edge, round caps വരാം. Similarly, we generate join of two lines of modified width. Width modify ചെയ്യുമ്പോൾ വരുന്ന 3 type join ആണ് മിറ്റർ ജോയിൻ. ഇപ്പൊ വിഡ്ത്ത് ഇവിടെ നോക്കിയേ, വിഡ്ത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മിറ്റർ ജോയിൻ. ഓക്കെ, റൗണ്ട് ജോയിൻ എങ്ങനെ വരും? വിഡ്ത്ത് ഇവിടെ വന്നിട്ട് കർവ്ഡ് ആയിട്ട് വരും. ദെൻ ബിവൽ ജോയിൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഓക്കെ, അതാണ് വ്യത്യാസം ജോയിൻസിൽ വരും. അപ്പൊ ഇത് ലൈൻ വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് ക്യാപ്പ്, അതുപോലെ പ്രൊജക്ടിങ് സ്ക്വയർ ക്യാപ്സ്, ദെൻ റൗണ്ട് ക്യാപ്സ്. ഓക്കെ, മിറ്റർ ജോയിൻ ആണെങ്കിൽ 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ജോയിന്റെ മാനർ അനുസരിച്ച് മാറും. മിറ്റർ ജോയിൻ, റൗണ്ട് ഏരിയ ആണെങ്കിൽ റൗണ്ട് ജോയിൻ, ബിവൽ ജോയിൻ. ഓക്കെ, തിക്ക് ലൈൻ സെഗ്മെന്റ്സ് കണക്റ്റഡ് വിത്ത് മിറ്റർ ജോയിൻ, റൗണ്ട് ജോയിൻ ആൻഡ് ബിവൽ ജോയിൻ. ഇത് തിൻ ലൈൻ സെഗ്മെന്റ്, ഇത് തിക്ക് തന്നെയാണ്. ഇത് ജോയിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ലൈൻ കളർ ആണെങ്കിൽ ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫൈനിങ് കളർ ഓഫ് ഡിസ്പ്ലേഡ് സ്ക്രീൻ, കളർ ഓഫ് ലൈൻ ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. നമ്മൾ പറഞ്ഞു ഗെറ്റ് പിക്സൽ ആൻഡ് പുട്ട് പിക്സൽ. ഗെറ്റ് പിക്സൽ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ലൈൻ ഏത് പിക്സൽ ആണെന്ന് വെച്ചാൽ ആ കറസ്പോണ്ടിങ് പിക്സലിന്റെ വാല്യൂ, കറസ്പോണ്ടിങ് കളർ ഡ്രോ ചെയ്യുന്നത് പുട്ട് പിക്സൽ ആണ്. By default, system produce line with the current color, but we can change this color by following function. Fixed package set polyline color index എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Here LC is constant, specifying a particular color to be set. അപ്പൊ LC എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, by specifying a particular color. ഇതാണ് set polyline color index. ഓക്കെ, ഇതാണ് ലൈൻ കളറിന്റെ കേസ് വരുന്നത്. ഇനി വരുന്നത് പെൻ ആൻഡ് ബ്രഷ് ഓപ്ഷൻസ്. നിങ്ങൾക്ക് അറിയാന്നുള്ള പെൻ ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ മതി. പെയിന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇൻ സം ഗ്രാഫിക്സ് പാക്കേജസ് ലൈൻ ഈസ് ഡിസ്പ്ലേഡ് വിത്ത് പെൻ ആൻഡ് ബ്രഷ് സെലക്ഷൻസ്. ഓപ്ഷൻസ് ഇൻ ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് ഷേപ്പ്, സൈസ്, പാറ്റേൺ. അപ്പൊ ഇതെല്ലാം ഓരോ പിക്സലിനെ ബേസ് ചെയ്തിട്ട് മാറുവാണ്. തിക്ക്, തിൻ, അതുപോലെ ഇപ്പൊ 0, 1 അതിനെ ബേസ് ചെയ്ത് ഡോട്ടർ ലൈൻ വരാം. സം പോസിബിൾ പെൻ ഓർ ബ്രഷ് ആർ ഷോൺ ബിലോ. ഓക്കെ, ഇനി ഒരു ടേം ആണ് ഗ്രേ സ്കെയിൽ. ഇപ്പൊ നിങ്ങൾ അടുത്ത മോഡ്യൂളൊക്കെ പഠിക്കുമ്പോൾ ഗ്രേ സ്കെയിൽ മെത്തേഡൊക്കെ, ഗ്രേ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഗ്രേ സ്കെയിലിൽ വിത്ത് മോണിറ്റേഴ്സ് ദാറ്റ് ഹാവ് നോ കളർ കേപ്പബിലിറ്റി, color function can be used in application program to set the shades of gray or grayscale for display primitives. Numeric values between 0 to 1 can be used to specify grayscale level. ഇപ്പൊ grayscale ലെവലിന് 0 to 1 values ആണ് യൂസ് ചെയ്യുന്നത്. This numeric values is converted in binary code for store in raster system. Binary code ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കറസ്പോണ്ടിങ് ഗ്രേസ്കെയിൽ വാല്യൂ ഇന്റൻസിറ്റി 0.0 ആണെങ്കിൽ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുന്ന 0 ആയിരിക്കും, അതിന്റെ ബൈനറി കോഡ് 00 ആയിരിക്കും, അതിന്റെ ഡിസ്പ്ലേഡ് ഗ്രേസ്കെയിൽ കളർ ബ്ലാക്ക് ആയിരിക്കും. ഇനി 0.33 ആണ് ഇന്റൻസിറ്റി കോഡെങ്കിൽ 1 ആണ് ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്, 01 ആണ് ബൈനറി കോഡ്, ഡാർക്ക് ഗ്രേ ആയിരിക്കും അതിന്റെ കളർ. അതുപോലെ 0.67, 2, 10 ആണ് റെപ്രസെന്റേഷൻ, ലൈറ്റ് ഗ്രേ ഇസ് ദ കളർ. 1 ഇന്റൻസിറ്റി കോഡ് ഇസ് 1, ദെൻ ഫ്രെയിം ബഫറിൽ 3 ആണ് സ്റ്റോർ ചെയ്യുന്നത്, 1 വൈറ്റ്. ഇപ്പൊ കൺവേർഷൻ, ഗ്രേ സ്കെയിൽ കൺവേർഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഡിജിറ്റലിലൊക്കെ, അത് തന്നെയാണ്. ഗ്രേ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അത് ബൈനറി കോഡായിട്ട് സ്റ്റോർ ചെയ്യുക, ദെൻ വൈറ്റ് അതിന്റെ കറസ്പോണ്ടിങ് കളർ ഡിസ്പ്ലേ ചെയ്യുക. ഇൻ ദിസ് എക്സാമ്പിൾ എനി ഇന്റൻസിറ്റി ഇൻപുട്ട് വാല്യൂ നിയർ 0.33 would be stored as binary value 01. അപ്പൊ നിയർ കറസ്പോണ്ടിങ് വാല്യൂ 0.33യുടെ അടുപ്പിച്ച് വരികയാണെങ്കിൽ ബൈനറി വാല്യൂ 1 ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് പിക്സൽസ് വിത്ത് ദിസ് വാല്യൂ വുഡ് ബി displayed as dark gray. If more bits are available per pixel, we can obtain more level of grayscale. For example, with 3 bits per pixel, we can achieve 8 levels of grayscale. 3 bits ആണെങ്കിൽ 2 raised to n, 8 levels of grayscale values display ചെയ്യാം.
ഇനി വരുന്നത് ഏരിയ ഫിൽ ആട്രിബ്യൂട്ട്സ്. ഏരിയ ഫിൽ ആട്രിബ്യൂട്ട്സ്. For filling any area, we have choice between color, solid colors or pattern. To fill all these are including area fill attributes. Area can be painted in brushes and style. Fill styles എന്താണ്? ഫിക്സിൽ സെറ്റ് ഇന്റീരിയർ സ്റ്റൈൽ ഫിക്സ് FS എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏരിയ ആർ ജനറലി ഡിസ്പ്ലേഡ് വിത്ത് 3 ബേസിക് സ്റ്റൈൽ ഹോളോ വിത്ത് കളർ ബോർഡർ, ഫിൽഡ് വിത്ത് സോളിഡ് കളർ ഓർ ഫിൽഡ് വിത്ത് സം ഡിസൈൻ. ദെൻ വാല്യൂ ഓഫ് FS എന്ന് പറയുന്നത് ഇത് ഹോളോ ആണോ സോളിഡ് ആണോ പാറ്റേൺ ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ FS വാല്യൂ. അനദർ വാല്യൂ ഫോർ ഫിൽ സ്റ്റൈൽ ഇസ് ഹാച്ച്, വിച്ച് ഇസ് പാറ്റേൺസ് ഓഫ് ലൈൻ ലൈക്ക് പാരലൽ ലൈൻ ഓർ ക്രോസ്ഡ് ലൈൻ. അതിന് ഹാച്ച് എന്നാണ് പറയുന്നത്, ഹാച്ച്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹോളോ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഇന്റീരിയർ സ്റ്റൈൽ അതിനകത്ത് ഹോളോ കൊടുത്താൽ മതി. സോളിഡ് ആണെങ്കിൽ സെറ്റ് ഇന്റീരിയർ സ്റ്റൈലിനകത്ത് സോളിഡ് കൊടുക്കുക. അതുപോലെ പാറ്റേൺസിൽ തന്നെ ഫിൽ സ്റ്റൈല് ഡയഗണൽ ഹാച്ച് ഫിൽ വരാം. സ്ട്രൈറ്റിംഗ് സ്ലാൻഡിംഗ് ലൈൻ ആണെങ്കിൽ ഡയഗണൽ ഹാച്ച് ഫിൽ, അതുപോലെ ക്രോസ് ഫിൽ വരാം, അത് ഡയഗണൽ ക്രോസ് ഹാച്ച് ഫിൽ. ഓക്കെ. ഫോർ സെറ്റിംഗ് ഇന്റൻസിറ്റി കളർ ആൻഡ് ഫിക്സ് പാക്കേജ് വി യൂസ് സെറ്റ് ഇന്റീരിയർ കളർ ഇൻഡെക്സ് FX. അപ്പൊ ഫിൽ കളർ, ഇപ്പൊ ഇന്റൻസിറ്റി കളർ കൊടുക്കണമെങ്കിൽ അതിനകത്ത് കളർ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ പോളിഗൺ കളർ ഒക്കെ ചെയ്യുന്നില്ലേ. ഇപ്പോൾ നോർമൽ സിയിൽ സെറ്റ് കളർ കൊടുത്താൽ മതി. ഗെറ്റ് പിക്സലിന്റെ കേസിൽ ഗെറ്റ് പിക്സൽ, സെറ്റ് പുട്ട് പിക്സൽ, ആ രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഇവിടെ ഫിക്സ് പാക്കേജിന്റെ ബേസിസിലെ ഫംഗ്ഷൻ ഏതാണ്? സെറ്റ് ഇന്റീരിയർ കളർ ഇൻഡെക്സ് FC, വേർ FC സ്പെസിഫൈ ദ ഫിൽ കളർ. FC എന്ന് പറയുന്നത് ഫിൽ കളർ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് തിങ്സ്. അപ്പൊ ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഈ മിറ്റർ ജോയിൻ, റൗണ്ട് ജോയിൻ ഒക്കെ ചില ക്വസ്റ്റ്യൻസിൽ, അതായത് റയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ബട്ട് ക്യാപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ബിറ്റ് മാപ്പ് ഫോണ്ട്, ഔട്ട്ലൈൻ മെത്തേഡ്, ക്യാരക്ടർ ജനറേഷൻ മെത്തേഡ്സിൽ വരുന്നതാണ്. ബിറ്റ് മാപ്പ് ഫോണ്ട്, ഔട്ടർ ഫോണ്ട് ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ സെക്കൻഡ് മോഡ്യൂള്. ഇതില് എന്താണ് നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഏതാണ്? സീരീസിനായാലും യൂണിവേഴ്സിറ്റിക്കായാലും ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓവറോൾ എന്ന് പറയാം. ഒരു മിനിറ്റ്. ഓക്കെ. മോഡ്യൂൾ 2 നമ്മൾ പറഞ്ഞത് പോയിന്റ് ലൈൻസ് റെപ്രസെന്റേഷൻസ് ഒക്കെ പറഞ്ഞു. സെറ്റ് പിക്സൽ, ഗെറ്റ് പിക്സൽ, ലൈൻ ഡ്രോയിങ് അൽഗോരിതം, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ. ലൈൻ ഡ്രോയിങ് അൽഗോരിതം, അതിൽ DDA ബ്രസൻഹാംസ്, സീരീസിന് മസ്റ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്കും ചോദിക്കുന്നതാണ്. ലൈൻ ഡ്രോയിങ് അൽഗോരിതം, DDA ബ്രസൻഹാംസ് അൽഗോരിതം, 2 ടൈപ്സ്. ഇപ്പൊ എഴുതുമ്പോ എങ്ങനെ എഴുതും? വിത്ത് എക്സാമ്പിൾ പ്ലോട്ട് ചെയ്ത് വേണം എഴുതാൻ. അൽഗോരിതം എഴുതുക, ദെൻ എക്സാമ്പിൾ വെച്ചിട്ട്, എക്സാമ്പിൾ ഞാൻ വച്ചിട്ടെന്ന് തോന്നുന്നു, എക്സാമ്പിൾ അല്ലാതെ തന്നല്ലോ, എക്സാമ്പിൾ വെച്ചിട്ട് പ്ലോട്ട് ചെയ്ത് എഴുതുക. അതായത് 2 end points, given 2 end points and we want to find the intermediate points കമ്പ്യൂട്ട് ചെയ്യുന്ന മെക്കാനിസം എക്സാമ്പിൾ വെച്ചിട്ട് എഴുതുക. ഇനി ഇതിന്റെ ഡെറിവേഷൻ സം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഡിറൈവ് ദ ഡിസിഷൻ പാരാമീറ്റർ ഡെറിവേഷൻ, അതായത് ഹലോ ജസ്ന, ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡെറിവേഷൻ കണ്ടിട്ടുണ്ട്, ഡിസിഷൻ പാരാമീറ്റർ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ മിഡ് പോയിന്റ് സർക്കിളിൽ പറഞ്ഞു. ഇതിലും അങ്ങനെ, അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വഴിയാണ് കിട്ടുന്നത്, ആ വാല്യൂ കിട്ടുന്നത് മാത്രം, അത് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിസിഷൻ പാരാമീറ്റർ ബേസിസിലാണ് അതിന്റെ വാല്യൂ പ്ലോട്ട് ചെയ്യുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക.
DDA പാരാമീറ്റർ മാറും, അതുപോലെ ബ്രസൻഹാംസിൽ പാരാമീറ്റർ ഇക്വേഷൻ മാറും. ഓക്കെ, ഇതാ കാൽക്കുലേഷൻ ഇവിടെ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഡിസിഷൻ പാരാമീറ്ററിലോട്ട് എത്തുന്നത് വരെ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ വരുന്നത് സർക്കിൾ ജനറേറ്റിംഗിൽ ഏതൊക്കെ പറഞ്ഞു? 2 ടൈപ്സ് പറഞ്ഞു. മിഡ് പോയിന്റ് സർക്കിളും ബ്രസൻഹാം സർക്കിൾ ജനറേഷനും. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മിഡ് പോയിന്റ് സർക്കിൾ ആണ് കേട്ടോ. മിഡ് പോയിന്റ് സർക്കിൾ ചെയ്യുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കരുത്, കാരണം ടൈം ഒരുപാട് എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ മിഡ് പോയിന്റ് സർക്കിൾ ജനറേറ്റിംഗ് അൽഗോരിതം. ലൈൻ പോലെയല്ല, കാരണം ഒരു ക്വാഡ്രന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ക്വാഡ്രന്റും കൂടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ എല്ലാ ക്വാഡ്രന്റും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടൈം ഒത്തിരി കൺസ്യൂമിങ് ആണ്. അപ്പൊ അതുകൊണ്ട് മിഡ് പോയിന്റ് സർക്കിൾ എന്ത് ചെയ്യണം? ബാക്കി ക്വസ്റ്റ്യൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മിഡ് പോയിന്റ് സർക്കിൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ 1 ഒക്ടന്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ 9 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 4 ഒക്ടൻസും കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ടൈം ഒത്തിരി എടുക്കും. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. അപ്പൊ ഇതില് ഡിസിഷൻ പാരാമീറ്റർ കമ്പ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെറിവേഷൻ ഓഫ് ഫൈൻഡിങ് ഡിസിഷൻ പാരാമീറ്റർ ഇൻ മിഡ് പോയിന്റ് സർക്കിൾ ജനറേറ്റിംഗ് അൽഗോരിതം. ആ 5/4 - R ഇതുവരെ എത്തുന്ന ആ ഒരു ഡെറിവേഷൻ സ്റ്റെപ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾ പ്ലോട്ട് ചെയ്ത് എഴുതുക. ബ്രസൻഹാം സർക്കിൾ ജനറേഷൻ അൽഗോരിതം അങ്ങനെ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ആ ഡിഫറൻസ് മാത്രം നോക്കി വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഡിസിഷൻ പാരാമീറ്ററിൽ വരുന്ന വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബ്രസൻഹാം സർക്കിളിലെ. മിഡ് പോയിന്റ് തന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ലൈൻ ഡ്രോയിങ്, DDA, ബ്രസൻഹാം, മിഡ് പോയിന്റ് സർക്കിൾ. ദെൻ പിന്നെ 8 പോയിന്റ് കൺസെപ്റ്റ് ഒക്കെ മറ്റേലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രെയിം ബഫറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വാട്ട് ഈസ് ഫ്രെയിം ബഫർ റയർ ആയിട്ട് തിയറി ടൈപ്പും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം ടൈപ്പ് സിമ്പിൾ ആണ്, അപ്പം നോക്കി വെച്ചിരുന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് ഫ്രെയിം ബഫർ. ദെൻ സോളിഡ് ഏരിയ സ്കാൻ കൺവേർഷൻ, ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് കിട്ടും. സോളിഡ് ഏരിയ സ്കാൻ കൺവേർഷൻ, ഇതിൽ എന്താണ് ഫിൽഡ് ഏരിയ, അതിൽ എന്താണ് എത്ര ടൈപ്പ് പോളിഗൺസ് ചിലപ്പോൾ ചോദിക്കാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. കോൺവെക്സ് പോളിഗൺ, കോൺകേവ് പോളിഗൺ. ദെൻ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റിംഗ് മെക്കാനിസം. ദെൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം. സ്കാൻ ലൈൻ ഉണ്ട്, ബൗണ്ടറി ഫിൽ ഉണ്ട്, ഫ്ലഡ് ഫിൽ ഉണ്ട്. ഇതിലേക്കാളുടെ ബൗണ്ടറി ഏരിയസ് ചോദിക്കില്ല. ബാക്കി 3 പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സീരീസിന് ലൈൻ ഡ്രോയിങ്, ദെൻ പോളിഗൺ ഫില്ലിംഗ്, സർക്കിൾ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? ഫസ്റ്റ് മോഡ്യൂളിൽ CRT, then raster scan system, random scan system, then ഏതാ വരുന്നത്? raster scan, random scan, beam penetration technique, shadow masking. beam penetration, shadow masking അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂൾ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പിന്നെ ഇന്റൻസ് ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ ഒക്കെ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. CRT വിടാതെ നോക്കിക്കോളുക. ദെൻ റാൻഡം സ്കാൻ ഡിസ്പ്ലേ, raster സ്കാൻ ഡിസ്പ്ലേ അത് നോക്കുക. ദെൻ കളർ CRT മോണിറ്ററിന്റെ കേസ്, ബീം പെനട്രേഷൻ ടെക്നിക്ക്, ഷാഡോ മാസ്ക് ടെക്നിക്ക്. DBST, ഡയറക്റ്റ് സ്റ്റോറേജ് ട്യൂബ്. അതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്മ പാനൽ ഡിസ്പ്ലേസ് വിട്ടാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ LED, LCD ആ കാര്യങ്ങൾ നോക്കേണ്ടി വരും.
ഓക്കെ, ഇത്രയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഡൗട്ട് ഉണ്ടോ? കീർത്തന? കീർത്തന? നോ. ഓക്കെ, ഓക്കെ ആണ്. അഭിനവ്? അഭിനവ് ഉണ്ടോ? അഭിനവ്? ഓക്കെ ആണ്. ശരി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇന്നുകൊണ്ട് തീർക്കുവാണ് കേട്ടോ. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ബാക്കി എല്ലാ മിസ്സും എടുക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മിസ്, ഹലോ ശ്രദ്ധ. മിസ്, ഞാൻ നേരത്തെ ക്ലാസ്സിന് ഉണ്ടായിരുന്നു. മിസ് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ ഞാൻ ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. എനിക്ക് ഉണ്ടായിരുന്നു. മിസ് പോവാണോ? ഞാൻ നിങ്ങൾക്ക് 2 മോഡ്യൂളേ എടുക്കുന്നുള്ളൂ. ഓ, ബാക്കി എല്ലാ മിസ് എടുക്കും. ഓക്കെ മിസ്. താങ്ക് യു മിസ്. ഓക്കെ.